ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ പ്രമാണിച്ചുകൊണ്ട് ആൻ്റണി വർഗീസ് പെപ്പെ നായകനായ കാട്ടാളൻ സിനിമയിൽ നിന്നും ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ വാലന്റൈൻസ് ഡേക്ക് ഇറക്കാൻ പറ്റിയ ബെസ്റ്റ് പാട്ടാണല്ലോ, അതും ഐറ്റം സോങ്. ഈ ഒരു ടൈപ്പ് സോങ് എല്ലാം പണ്ട് തൊട്ടേ മലയാള സിനിമ ഇറങ്ങിയിട്ടുള്ളതല്ലേ, വില്ലൻ്റെ കൂടെയുള്ള ഐറ്റം ഡാൻസ്, ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ. ഇപ്പോൾ സോങ് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നല്ല ബീറ്റ്സാണ്. ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് സുനിൽ. ഓൾറെഡി മിക്കവർക്കെങ്കിലും അറിയായിരിക്കും, സുനിൽ ഒരു ബെസ്റ്റ് ഡാൻസറാണ്. തെലുങ്ക് സിനിമയിലേക്ക് അത്യാവശ്യം പുള്ളി കിടലായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നതാണ്. സിനിമയിലെ മ്യൂസിക്കെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത് അജനീഷ് ലോക്നാഥാണ്. പിന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ക്യൂബ് ഇൻ്റർനാഷണൽസ് ആണ്. സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് പോൾ ജോർജും കൂടിയാണ്. അപ്പോൾ ഫസ്റ്റ് സിംഗിളിലെ സുനിൽ പുള്ളി സാധാരണ ഞാനിങ്ങനെ ഡാൻസൊക്കെ കാണുന്ന സമയത്ത് ചുറ്റുമുള്ള ഡാൻസ് മൂവ്മെൻറ്റ്സും ബാക്കി എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ എന്തോ പുള്ളിയുടെ ആ ഡാൻസ് സ്റ്റെപ്പ് എനിക്ക് പുള്ളീനെ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുന്നുള്ളൂ. പുള്ളി കുറച്ച് നാളായി തോന്നി ഈ ഡാൻസ് സ്റ്റെപ്പെല്ലാം ചെയ്തിട്ട്, കുറേ നാളായി. അപ്പോൾ തെലുങ്കിലെ ചിരഞ്ജീവി ഉൾപ്പെടെ ലീഡിങ് ആയിട്ടുള്ള ആൾക്കാർ വരെ ഡാൻസ് സ്റ്റെപ്പ് പഠിപ്പിച്ച ആളാണ് ഈ സുനിൽ. പുള്ളിക്ക് ഇത് വെറും നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ആൻ്റണി വർഗീസ് പെപ്പെ പുള്ളിയുടെ എൻട്രോ വരുമ്പോൾ എന്തോ നമ്മുടെ രോമൊക്കെ എഴുന്നേറ്റിരിക്കും. പിന്നെ ഈ ഒരു പാട്ട് ഉറപ്പായിട്ടും തിയേറ്ററിലൊക്കെ കിടലും തന്നെയായിരിക്കും. തിയേറ്ററിൽ ചുറ്റിന് ഈ ഒരു ബീറ്റ്സ് എല്ലാം വരുമ്പോൾ കിടലായിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ചിലപ്പോൾ പുള്ളിക്കാരനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. പക്ഷേ സുനിൽ എന്ന ആക്ടറിനെ ആദ്യമായിട്ട് ഈ ഒരു പാട്ടിൽ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന സമയത്ത് ആൾക്കാർ വിചാരിക്കും ഇത് പുള്ളി കിട്ടലായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, ആരായിരിക്കും പുള്ളിയെന്ന് തോന്നും. ഞാൻ വെറുതെ പറഞ്ഞാണ്. ഓൾറെഡി ജയിലർ സിനിമയിൽ പിന്നെ പുഷ്പ മൂവി ഫ്രാഞ്ചൈസിയിലൊക്കെ പുള്ളിക്കാരനെ കണ്ട എല്ലാവർക്കും തന്നെ പരിചയമായിട്ടുണ്ട്. എന്താണ് ചുമ്മാ ജസ്റ്റ് ഒന്ന് പൊക്കി പറഞ്ഞതേ ഉള്ളൂ പുള്ളിയെ പറ്റി. സോങ്ങിൻ്റെ ഓരോ ഋതവും ഓരോ ലിറിക്സൊക്കെ എവിടേക്കോ കേട്ടതായിട്ട് തന്നെ തോന്നുന്നുണ്ട്. എവിടേക്കോ നിന്ന് കോപ്പി അടിച്ച പോലെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് അടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ എൻ്റെ അപ്ഡേറ്റ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതിൻ്റെ അത്ര വയലൻസ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എൻ്റെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കോട്ട് അത്ര ഉണ്ടാവത്തില്ല എന്ന്.